ഓക്കെ, സോ വെൽക്കം ബാക്ക്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ UX ആൻഡ് UI പ്രൊഡക്റ്റ് ഡിസൈൻ റോഡ് മാപ്പിനെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ അകത്തൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ പഠിക്കേണ്ടതെന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ കിട്ടും എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഈ ചാറ്റ് GPT എന്ന് പറയുന്നൊരു ടൂളിനെ നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഹോൾ ജേർണിയിൽ എങ്ങനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കും. അപ്പോൾ ഈ ചാറ്റ് GPT ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയിട്ടുള്ള അകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ ഗൂഗിൾ ചാറ്റ് GPT എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് AI പവേർഡ്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വന്നിരിക്കുന്നതിൻ്റെ അകത്ത് പ്രോംപ്റ്റ് ബേസ്ഡ് വന്നിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു മനുഷ്യൻ നമുക്ക് ആൻസർ ചെയ്തു തരുന്ന രീതിയിൽ, നമ്മൾ സാധാരണ ഗൂഗിളിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേനും അതിൽ ഒരു ഇതുവരെ ഉണ്ടായിരുന്നത് നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജിൽ എങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കി ഒരാൾ ആൻസർ ചെയ്യുന്ന രീതിയിലൊന്നുമല്ല നമുക്കൊരു ആൻസേഴ്സ് അതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടിയിരുന്നു. ഇവിടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളിൽ പ്രോംപ്റ്റ് ബേസ്ഡ്, അതായത് നമ്മളൊരു കാര്യം ചോദിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ റെസ്പോൺസായിട്ട് നമുക്ക് കിട്ടുന്നത് ചാറ്റ് GPT പോലുള്ള ടൂളിൻ്റെ അകത്തുനിന്ന് നമ്മളെങ്ങനെയാണ് ഒരാളോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഈ കംപ്ലീറ്റ് മെത്തേഡ് വർക്കാകും. അപ്പോൾ ഈ ഇതിലേക്ക് പോകാനായിട്ട് chat.openai.com എന്നുള്ള വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ജിമെയിൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇമെയിൽ ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് അത് പറയും. ചിലപ്പോൾ അതിൽ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് ഒരു ആക്സസ് കിട്ടാനായിട്ട്. അപ്പോൾ എനിക്ക് ഓൾറെഡി ആക്സസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൽ നേരെ കയറി കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. എപ്പോഴും ഒരു ന്യൂ ചാറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്തിനൊക്കെ ആയിട്ട് ചാറ്റ് GPT ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്ന ചാറ്റ് GPT 3.5 എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ആണ്. നമ്മുടെ ആക്സസ്, നമ്മുടെ ഇമെയിൽ ആക്സസും പരിപാടികളും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഫ്രീ എന്ന് പറയുന്ന മെത്തേഡിൽ കൂടെ അത് നമുക്കിപ്പോൾ തരുന്നു. പിന്നെ അടുത്തൊരു സെക്ഷൻ കിടപ്പുണ്ട് GPT-4. ഇത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചെയ്യിക്കാനായിട്ടും നമുക്ക് പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് പെയ്ഡാണ്. ഇതിൽ തന്നെ അതിൽ കറണ്ട് പ്ലാൻ ഇതും തമ്മിലുള്ള വ്യത്യാസമൊക്കെ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ GPT ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരിലും GPT ബേസിക്കായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ ഗൂഗിൾ ടൈപ്പ് ചെയ്യുന്ന പോലെ സാധാരണ ഒരു ടെക്സ്റ്റ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ ചോദ്യം തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം, ഹു ഈസ് എ UX ഡിസൈനർ. അപ്പോൾ ഇത് എൻ്റർ ചെയ്തു. ഈ GPT അതിനറിയാവുന്ന രീതിയിൽ എല്ലാ ഒരു ബ്രീഫായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ ബ്രീഫ് ഇത് തന്നു. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന UX ഡിസൈനർ എന്ന് പറയുന്ന പ്രൊഫഷണൽ ഹു ഫോക്കസ് ഓൺ ക്രിയേറ്റിംഗ് മീനിങ്ഫുൾ ആൻഡ് എൻജോയബിൾ ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ യൂസേഴ്സ് ആൻഡ് ഡിജിറ്റൽ പ്രൊഡക്ട്സ് ഓർ സർവീസസ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കീ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഒരു UX ഡിസൈനറിന് വേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത മെയിൻ ആയിട്ടുള്ള റോഡ് മാപ്പിലെ കാര്യങ്ങളിൽ ഡിസൈൻ റിസർച്ച് എന്ന് പറയുന്ന സാധനം ഇവിടെ പറയുന്നുണ്ട്. ഇൻഫർമേഷൻ ആർക്കിടെക്ചർ, വയർ ഫ്രെയിമിംഗ് ആൻഡ് പ്രോട്ടോടൈപ്പിംഗ്, യൂസബിലിറ്റി ടെസ്റ്റിംഗ്, ഇൻട്രാക്ഷൻ ഡിസൈൻ, വിഷ്വൽ ഡിസൈൻ, ആക്സസിബിലിറ്റി, ഇതെല്ലാം ഇതൊറ്റ ലിസ്റ്റ് ഇതിങ്ങ് തന്നു. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇത് തന്നിട്ടുണ്ട്. അപ്പം ഇത് കൊണ്ട് മാത്രം നമുക്ക് സ്വന്തമായിട്ടൊരു പഠിത്തം നടക്കത്തില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോർമലി ഒരു ആളുടെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ എന്ത് ചെയ്യും, ഇനി എന്തെങ്കിലും കൂടുതലൊക്കെ പറയാനായിട്ട് നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുക. അതേ രീതിയിൽ നമ്മൾ ചോദിക്കുവാണ്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൺവെർസേഷൻ വരുന്നത് നോക്കുക. ഇത് അതിൻ്റെ റെസ്പോൺസ് ആയിട്ട് ഇതിൽ കൂടുതൽ ഡേറ്റ നമുക്ക് വേണ്ട രീതിയിൽ ഇത് ആഡ് ചെയ്ത് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് എത്രത്തോളം കൂടുതലായിട്ടുള്ള ഡേറ്റ തരുന്നുണ്ടെന്നുള്ളത് നോക്കുക. ഇപ്പോൾ യൂസർ ഫ്ലോസ് എന്നുള്ള AB ടെസ്റ്റിംഗ് എന്നൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരും. പക്ഷെ ഈ ഒരു രീതി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാക്ട്ലി നിങ്ങളൊരു കാര്യം പഠിക്കാനായിട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതിൻ്റെ ആൻസേഴ്സ് ഒന്നും കിട്ടിയത് വരത്തില്ല. അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരു പ്രോംപ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ടേം അതിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മളെപ്പോഴും ഒരു പേഴ്സണ എന്ന് വിളിക്കുക. അതായത് ഞാൻ ഈ ഒരു ടൂളിനെ ഉപയോഗിക്കേണ്ടി വരുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ എനിക്ക് ആൻസർ ആയിട്ട് തരുന്നതെന്നുള്ള രീതിയിലുമാണ് ഇത് ആൻസർ എനിക്ക് തരാനായിട്ട്.
ഫോർ എക്സാമ്പിൾ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഡിസൈനർ അല്ലെങ്കിൽ ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് ഡിസൈനർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എങ്ങനെ എനിക്കൊരു ആൻസർ തരുന്നു എന്നുള്ള രീതിയിലേക്കാണ് എനിക്ക് ആൻസർ കിട്ടുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ ആക്ട് അസ് എന്നുള്ള ടേം അതിൽ യൂസ് ചെയ്യും. അപ്പം ആക്ട് അസ് എ സീനിയർ UX designer who has more than 5 years of experience. ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിൽ ആൻസർ ഓഫ് കോഴ്സ് ഐ ഹാഡ് ഹാപ്പി ടു പ്രൊവൈഡ് ഗൈഡൻസ് ഫോർ ആസ് എ സീനിയർ UX ഡിസൈൻ. അതിന്റെ പേഴ്സണൽ അതിലേക്ക് മാറ്റിയിട്ട് സീനിയർ UX ഡിസൈൻ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മാറി. ആൻഡ് ഫോർ ജൂനിയർ UX designers, developing a strong foundation in certain skills is essential to thrive in the field. ഏതൊക്കെയാണതെന്ന് നോക്കാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. യൂസർ റിസർച്ച് ടെക്നിക്, ഇൻഫർമേഷൻ ആർക്കിടെക്ചർ ഓർ ഇന്ററാക്ഷൻ ഡിസൈനർ, പ്രോട്ടോടൈപ്പിംഗ് ആൻഡ് വയർ ഫ്രെയിമിംഗ്. ഈ 3 സാധനങ്ങളെയാണ് ഇവർ മെയിനായിട്ട് നോക്കാനായിട്ട് പറയുന്നത്. ഇനി കൂടുതലായിട്ട് നമുക്ക് അറിയണം. അപ്പം നമുക്ക് അറിയേണ്ടത് എവിടെയാണ്, നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മാപ്പിൻ്റെ അകത്ത് ഇന്റർവ്യൂസ് എങ്ങനെ എടുക്കണം, ഡിസ്കവറി പ്രൈമറി റിസർച്ചിൻ്റെ അകത്ത് ഇന്റർവ്യൂസ് എങ്ങനെ എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതുവരെ അറിയത്തില്ലായിരുന്ന നമ്മുടെ ഡീപ്പ് ഡൗൺ ആയിട്ട് പോകേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ഇന്റർവ്യൂസ് ഞാൻ സെലക്ട് ചെയ്ത് കാരണം ഇനി ഇന്റർവ്യൂവിൻ്റെ കാര്യം, ഡിഫൈൻ യുവർ ഒബ്ജക്റ്റീവ്സ്, ഐഡന്റിഫൈ യുവർ പാർട്ടിസിപ്പൻസ്, റിക്രൂട്ട് പാർട്ടിസിപ്പൻസ്, plan the interview, conduct the interview, types of user interview techniques, structured interview, semi structured. ഇങ്ങനെ ഈ ഡീപ്പിലേക്ക് ഇതിൻ്റെ ആൻസേഴ്സ് നമുക്ക് തന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ എക്സൽ ഷീറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ വേർഡ് ഡോക്യുമെന്റിൻ്റെ അകത്തോ നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്നതിൻ്റെ അകത്ത് കാര്യത്തിലേക്ക് ഡീപ്പായിട്ട് ആഡ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ ഇതിൽ ഇനി ഈ ഒരു ടോപ്പിക് തന്നെ ഡിഫൈൻ യുവർ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ വീണ്ടും ആ ക്വസ്റ്റ്യൻ ഡീപ്പ് ഡൗണിലേക്ക് ആഡ് ചെയ്യാൻ നോക്കുക. അപ്പം നമ്മൾ ഒരു ലെവലിലൂടെ ഡീപ്പിലേക്ക് പോയി. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് ആൻസേഴ്സ് ശ്രദ്ധിച്ചറിയാം. അണ്ടർസ്റ്റാൻഡ് ദ പ്രൊജക്ട് കോൺടാക്സ്റ്റ്, ഐഡന്റിഫൈ റിസർച്ച് ഗോൾ, ഡിഫൈൻ കീ ഏരിയാസ്, ഫോർമുലേറ്റ് ഇന്റർവ്യൂ ഒബ്ജക്ട്സ്, പ്രയോറിറ്റൈസ് ഒബ്ജക്റ്റ്. ഈ തരത്തിലേക്ക് പോയി. ഇനി നമുക്ക് എന്താ വേണ്ടത്, നമ്മളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റൊക്കെ എടുക്കുകയാണ്. ആ പ്രൊജക്റ്റിന് വേണ്ട എസ്പെഷ്യലി ആ ഒരു ടൈപ്പ് ഓഫ് ടോപ്പിക്കിന് അതിന് വേണ്ട നമ്മുടെ യൂസർ ഇന്റർവ്യൂ നടത്താനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വേണമെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെഷൻസ് നോക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻട്രൊഡക്ഷൻ ആൻഡ് വാമപ്പ് വന്നു, അണ്ടർസ്റ്റാൻഡിങ് യൂസർ ഗോൾസ് ആൻഡ് ടാസ്ക്, എക്സ്പ്ലോറിംഗ് പെയിൻ പോയിന്റ്സ്. അപ്പോൾ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കും. വാട്ട് ആർ ദ മെയിൻ ഗോൾസ് യു ആർ ട്രൈങ് ടു അച്ചീവ് വെൻ യൂസിങ് എ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്? ക്യാൻ യു വർക്ക് മീ ത്രൂ ദ ലാസ്റ്റ് ടൈം? ഈ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റായിട്ട് ഉപയോഗിച്ചിരുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഭയങ്കരമായിട്ട് ആൻസേഴ്സ് കിട്ടും. ഇതൊക്കെ ഒത്തിരി എക്സ്പീരിയൻസിന് ശേഷമാണ് നമുക്ക് ആരെങ്കിലും ഒരാൾ പറഞ്ഞൊക്കെ തരാനായിട്ടുണ്ടാവുക. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൻ്റെ അതോടെ ഈ പറയുന്ന സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡീപ്പ് ഡൗൺ പോയി മാത്രമേ നമുക്ക് ഈ കാര്യം പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ നമ്മളത് ചെയ്തേക്കുന്ന എത്ര രസമായിട്ട് നമ്മൾ ചെയ്തു എന്നുള്ളത് നോക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു ഹോൾ ഇതിൻ്റെ അകത്തുനിന്ന് വന്നു, പിന്നെ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു ടോപ്പിക്ക് മാത്രം എടുത്തു. ആ ടോപ്പിക്കിൻ്റെ തന്നെ ഡീപ്പ് ഡൗണിലേക്ക് നമ്മൾ പോയി. ഇനി നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ്ലി നമ്മളിപ്പോൾ ഇത്ര നേരം UX ഡിസൈനർ എന്നുള്ള ആ ഒരു റോളിനെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നോക്കിയത്. ഇനി ഈ ചാറ്റ് GPT വെച്ചിട്ട് UI ഡിസൈൻ സ്പെസിഫിക്കലി, അതായത് ഈ ഒരു കാറ്റഗറി സെക്ഷൻ്റെ അകത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ UI ഡിസൈൻ ഫണ്ടമെന്റലിൻ്റെ അകത്തെ കളർ പാൽ, ടൈപ്പോഗ്രഫി, ഗ്രിഡ് സ്പേസിങ് കാര്യങ്ങളെല്ലാം വന്നു. ഇതിൻ്റെ കൂടത്തിൽ താഴെയായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ iOS ആൻഡ്രോയിഡ് മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സൈസസും കാര്യങ്ങളും കമ്പോണൻസ് ഒക്കെ എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെയുള്ള. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടണമെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് അപ്രോച്ച് ചെയ്യണമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ പ്രോംപ്റ്റ് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് നമ്മളൊരു പ്രോംപ്റ്റ് ഉണ്ടാക്കിയെടുത്തേ പറ്റത്തുള്ളൂ. ആ പ്രോംപ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു പ്രോംപ്റ്റ് ശ്രദ്ധിക്കുക, ആക്ട് ആസ് എ സീനിയർ UI ഡിസൈനർ. കാരണം ഞാൻ എപ്പോഴും നമ്മൾ പറയുന്നതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ആർഗ്യൂ ഒക്കെ ചെയ്യാൻ വരാറുണ്ട്. UX ഡിസൈനർ എന്ന് പറയുന്ന UI ഡിസൈനർ എന്ന് പറയുന്ന റോള് ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെയും വ്യത്യാസമൊന്നും ഇല്ല എന്നൊക്കെയുള്ളത്. പക്ഷേ നിങ്ങൾ ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ UI ഡിസൈനർ എന്ന് പറയുന്ന ആള് കളേഴ്സും കമ്പോണൻസിന്റെ മേക്കിങ്ങിൻ്റെ അകത്തും അതിൻ്റെ ഇൻട്രാക്ഷൻ്റെ അകത്തെ കൂടുതൽ കാര്യങ്ങളും ഇതിനോട് ഫോക്കസ്ഡ് ചെയ്ത്
പക്ക ഈ ഒരു കാര്യത്തിലേക്ക് മാത്രം പ്രൊഫഷണലി ഫോക്കസ് ചെയ്യുന്ന ഒരാളെയാണ് യു ഐ ഡിസൈനർ എന്ന റോളിലേക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യു ഐ ഡിസൈനിങ്ങിൻ്റെ അകത്തെ ഒരു സ്കില്ലിനെ വേണ്ടി ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. അത് സ്പെസിഫിക് ആയിട്ട് ഈ ചാറ്റ് ജി പി ടിയോട് പറഞ്ഞില്ലെങ്കിൽ അത് കൂടുതലായിട്ട് യു എക്സ് ഓറിയന്റഡ് ആൻസേഴ്സ് ആണ് നിങ്ങൾക്ക് തരാനായിട്ട് പോവുക. എപ്പോഴും പറയാം, ആക്ട് ആസ് എ സീനിയർ യു ഐ ഡിസൈനർ, മേക്ക് എ ചെക്ക് ലിസ്റ്റ് ഓഫ് ഡിസൈൻ സ്റ്റേറ്റ്സ്. അപ്പോൾ ഈ പറയുന്ന ഈ ഒരു വൊക്കാബുലറി ഒക്കെ നമ്മൾ ജസ്റ്റ് പഠിച്ചിരിക്കണം. കാരണം ഒരു ബട്ടൺ എന്ന് പറയുന്ന സാധനം നമ്മൾ കാണുമ്പോൾ തന്നെ ഈ ബട്ടണുകൾക്ക് പല പല സ്റ്റേറ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഈ ഒരു ബിൻ ഐക്കണ്ടേ നോക്കുക. നോർമൽ കേസിൽ വരുമ്പോഴത്തേനും അതൊരു ഫെയ്ഡ് ആയിട്ടിരിക്കും. ഞാൻ അതിൻ്റെ ഓൺ ഓവറിലേക്ക് എത്തുമ്പോഴത്തേനും ഇത് കുറച്ചുകൂടെ വിസിബിൾ ആയിട്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം ആക്ട് ചെയ്യുന്നതെന്നൊക്കെയുള്ള ഇങ്ങനെയുള്ള ഇപ്പോൾ ഈ ന്യൂ എന്നുള്ള ബട്ടൺ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ഇത്തരം ഒത്തിരി സ്റ്റേറ്റുകൾ ഓരോ ബട്ടണിലും ഒരു ഇന്റർഫേസിൻ്റെ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സി ടി എ ബട്ടൺ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ടു ആക്ഷൻ എന്ന് പറയും. അപ്പം നമുക്ക് ഒരു ഇന്റർഫേസിൻ്റെ അകത്ത് ആ ഒരു ബട്ടണെ ബേസ് ചെയ്തിട്ടാണ് നമുക്കിപ്പോൾ ഒരു ബിസിനസ് നടക്കുന്നതും അല്ലെങ്കിൽ ഇപ്പം ഒരു പേയ്മെന്റ് നടത്തുന്ന ആ ഒരു ടൈപ്പ് ഓഫ് പ്രൈമറി ബട്ടണിനെ എപ്പോഴും നമ്മൾ സി ടി എ ബട്ടൺസ് എന്ന് വിളിക്കും. അപ്പം ആ ഒരു ബട്ടണിൻ്റെ ആണ് നമ്മളൊരു കമ്പോണന്റ് എന്നൊക്കെ വിളിക്കും. ഒരു ഡിസൈൻ സിസ്റ്റം എന്നൊക്കെയുള്ള രീതിയിലേക്ക് നമ്മൾ പഠിച്ചൊക്കെ വരുമ്പോഴത്തേനും കമ്പോണൻസ് ഉണ്ടാക്കാൻ അറിയാം. ഇപ്പം നമ്മൾ ഫിഗ്മയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കറിയാം കമ്പോണന്റ് ഉണ്ടാക്കലാണ്. അതായത് ആ ബട്ടൺ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ആണ്. ഇല്ലെങ്കിൽ നമ്മൾ റേഡിയോ ബട്ടൺസ് എന്നും ചെക്ക് ബോക്സസ് എന്നും എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കും. ഈ കുറെ കൂടെ വലുതായിട്ടാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഫീൽഡ്സ് കാര്യങ്ങളെല്ലാം അവിടെ ഉപയോഗിക്കുന്നു. ഇത് അല്ലെങ്കിൽ ടേബിളുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള കമ്പോണൻസ് നമ്മുടെ ഒരു ഇന്റർഫേസിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ബട്ടണിൻ്റെ അകത്തുള്ള പല സ്റ്റേറ്റുകളും കാര്യങ്ങളും എനിക്കൊരു ഫോർമാറ്റായിട്ട് ഞാനൊരു ഡിസൈൻ ചെയ്യുമ്പോഴത്തേനും വേണം. അത് iOS മൊബൈൽ ആപ്ലിക്കേഷൻ. ഇപ്പം നമുക്ക് തന്നെ അറിയാം മൊബൈൽ ആപ്ലിക്കേഷൻ 2 കാറ്റഗറിയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇപ്പം നമ്മൾ iOSഉം ആൻഡ്രോയിഡും, റൈറ്റ്? അപ്പോൾ ഇതിന് തന്നെ പലതരത്തിലുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്, അതിൻ്റെ മെഷർമെൻറ്റുകളിലൊക്കെ വ്യത്യാസമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാലല്ലാതെ നമുക്കൊരു ആൻസേഴ്സ് കിട്ടത്തില്ല. അത് കോമൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഡീപ്പായിട്ട് ഇൻ ഡീറ്റെയിൽ നമുക്കൊരു സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോംപ്റ്റ് നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടും നമുക്ക് നോക്കാം. അപ്പോൾ ആൻസേഴ്സ് കിട്ടിയതൊക്കെ കണ്ടോ, 2 ടേബിളായിട്ട് വന്നു. ഈ ടേബിളായിട്ട് നമ്മൾ ചോദിച്ചില്ലെങ്കിൽ ഇതിങ്ങനെ 1 ആഫ്റ്റർ 1 ആയിട്ട് ഇതിങ്ങനെ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ ഡീഫോൾട്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം തന്നു. അതാണ് ഇവിടെ നമ്മൾ കാണുന്ന ഡീഫോൾട്ട് സ്റ്റേറ്റ്. എച്ച് ഓവർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബട്ടൻ്റെ അതിൻ്റെ മുകളിലേക്കാണ് ഇരിക്കുന്നത് എച്ച് ഓവർ സ്റ്റേറ്റ്. ഇനി ഞാനിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പോകുന്നതാണ് ആക്റ്റീവ് ആൻഡ് പ്രസ്ഡ് സ്റ്റേറ്റ്. ഇനി ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, പിന്നെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, സക്സസ് എങ്ങനെ ഇരിക്കും, എറർ സ്റ്റേറ്റ്, ലോങ് പ്രൈസ് സ്റ്റേറ്റ്. ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ഒരു 2-3 ക്ലാസ്സൊക്കെ 2-3 ക്ലാസ്സിൻ്റെ അകത്തോ അല്ലെങ്കിൽ 2-3 വീക്ക് നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നിങ്ങളൊരു ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പഠിക്കും. ഇത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ അകത്തുനിന്ന് ചാറ്റ് ജി പി ടി ഇട്ട് തന്നിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾ പഠിക്കുക എന്ന് പറയുന്ന സഹായം മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ചെയ്യാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും മെഷർമെന്റ്സും കാര്യങ്ങളും ഈ 2 സംഭവം കാണിച്ചു തന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആദ്യത്തേതിൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മെഷറിംഗ് ബട്ടൺസ് iOS മൊബൈൽ ആപ്ലിക്കേഷൻ അതിൻ്റെ ഒരു ഫോർമാറ്റിൽ തരാൻ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് ആ മെഷർമെന്റ്സിൻ്റെ അതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ള ഒരു പോയിന്റാണ് ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സൈസ്, പാഡിങ്, ടൈപ്പോഗ്രഫി, ബോർഡർ റേഡിയസ്, ഷാഡോ, ഇന്ററാക്ഷൻ സ്റ്റൈൽ, സ്പേസിങ്, ഐക്കൺ അലൈൻമെന്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ അത് വന്നു. രണ്ടാമത് ഞാൻ വീണ്ടും മെഷർമെന്റ്സ് എന്ന് പറഞ്ഞ ഒരു സ്പെസിഫിക് ബട്ടണിനെ മാത്രം ബേസ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ, അതിൽ ബട്ടണിന്റെ സൈസ് എത്രത്തോളം വേണം, എത്രത്തോളം DP ആണ് ഹൈറ്റ് ആയിട്ട് കാണിക്കേണ്ടത്, പാഡിങ് എത്ര വേണം, ടൈപ്പോഗ്രഫിയിൽ എത്ര സ്പേസ് ആണ് ഇതിൻ്റെ അകത്ത് വേണ്ടത്, ഐക്കൺ സൈസിനെ എത്ര ആയിട്ട് കാണിക്കണം, ബോർഡർ റേഡിയസ് എത്രത്തോളം വേണം, ഷാഡോ വേണം, ഇന്ററാക്ഷൻ സ്റ്റേറ്റ് വേണം. ഈ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കളേഴ്സും കോൺട്രാസ്റ്റ് ഇത്രയും സാധനങ്ങൾ വന്നു. അപ്പം ഈ ഒരു സംഭവം നിങ്ങൾ ചോദിക്കുക, ഇനി നിങ്ങൾ ചെയ്യാനുള്ള ഈ സാധനം നിങ്ങൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നതിനും നിങ്ങൾക്ക് കുറച്ച് സ്റ്റാർട്ടിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ടാകും. അപ്പോൾ അതിന് നിങ്ങൾ എപ്പോഴും UI ഡിസൈനിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ഒരു ഡിസൈൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്നതിനോട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ സ്പെസിഫിക്കലി UI ഡിസൈനിൻ്റെ അകത്ത് ഒരു ബിഗിനർക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളത് അടുത്തൊരു സെഷനിൽ നമുക്ക് നോക്കാം. ഒരു സോഫ്റ്റ്വെയർ, ഏത് സോഫ്റ്റ്വെയർ നിങ്ങൾ പഠിക്കുന്നതിനും ഒരു കോമൺ മെത്തേഡുണ്ട്. അതിപ്പോൾ ഫിഗ്മ ആണെങ്കിലും XD ആണെങ്കിലും സ്കെച്ച് ആണെന്നുണ്ടെങ്കിലും പഠിക്കുന്നതിനൊരു മെത്തേഡുണ്ട്.
പിന്നെ UI ഡിസൈൻ പഠിക്കാനായിട്ട് എപ്പോഴും ഇൻസ്പിറേഷൻസ് ഇല്ലാതെ ഒരു UI ഡിസൈൻസ് പഠിക്കാൻ പറ്റത്തില്ല. ഇൻസ്പിറേഷൻ എവിടെ നിന്ന് എടുക്കണം എന്നുള്ളതും ഇൻസ്പിറേഷനെ നമ്മുടെ ഒരു പഠിത്തത്തിന്റെ ഭാഗമായിട്ട് എങ്ങനെ ഉപയോഗിക്കണം. കാരണം മര്യാദയ്ക്ക് ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് മുഴുവൻ വെറുതെ സമയം കളയുന്ന ഒരു കാര്യത്തിലേക്ക് പോവുകയും അതുപോലെ തന്നെ നിങ്ങൾ ഫേക്ക് കാര്യങ്ങൾ ഒരുപാട് ചെയ്ത് പഠിച്ചേച്ച് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്തല്ലാതെ വരുന്ന അവസ്ഥയും, പിന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ തന്നെ റിജക്റ്റ് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ആദ്യത്തെ ഒരു എക്സൈറ്റ്മെൻറ്റും കൊണ്ട് നിങ്ങൾ കാണുന്ന സാധനങ്ങളെല്ലാം കോപ്പി അടിച്ച് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ വെച്ച് അത് ഭയങ്കര ഡേഞ്ചർ സീനിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെ ഈ ഇൻസ്പിറേഷൻ ഉപയോഗിക്കുന്നു എന്നുള്ളതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് പറയാം. അതുവരെ ടേക്ക് കെയർ.